മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 വ്യാഴ മാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്ര കൂടുതലായിട്ടൊക്കെ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം. നമ്മളിതിൽ സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടികളുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസഫലങ്ങൾ വരും. അധികം ആൾക്കാർ ചർച്ച ചെയ്യാത്തതായിട്ടുള്ള പല പല കാര്യങ്ങളും, ജ്യോതിഷപരമായിട്ട് വളരെ പ്രധാനമായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ വന്നു കൊടുക്കും. അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് കിട്ടാനും അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ ഗുണം ചെയ്യും. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ 2026 കർക്കിടക മാസം 2-ാം തീയതി ജൂൺ 2-ാം തീയതി വ്യാഴം, കർക്കിടക മാസം അല്ല കേട്ടോ, കർക്കിടകം രാശിയിലേക്ക് ജൂൺ 2-ാം തീയതി വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ 12 രാശികൾ നമ്മുടെ രാശിമണ്ഡലത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കർക്കിടകൻ രാശി. മേടം മുതൽ തുടങ്ങുന്ന 12 രാശികൾ ഉണ്ടെങ്കിലും വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂപ്പർ പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അപ്പോൾ ഈ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നത് മൂലം വിശാഖം നക്ഷത്രത്തിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗ്യത്തെ പറ്റി, ഗുണങ്ങളെ പറ്റിയൊക്കെ പറയാനാണ് നമ്മൾ ഈ സമയം വിനിയോഗിക്കുന്നത്. വിശാഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 27 നക്ഷത്രങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആണത്വമുള്ള ആൾക്കാരുടെ, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, കാര്യശേഷി, ഗൗരവം, കോപസ്വഭാവം, നേതൃത്വ ഗുണം, അതേമാതിരി സിംഹരാശിയാണ്. സിംഹമാണ് അവരുടെ മൃഗം, നക്ഷത്രത്തിൻ്റെ മൃഗം. അതുപോലുള്ളൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്. വ്യാഴത്തിൻ്റെ ദേവനക്ഷത്രം പുണർദം, വ്യാഴത്തിൻ്റെ അസുര നക്ഷത്രം വിശാഖം, വ്യാഴത്തിൻ്റെ മനുഷ്യ നക്ഷത്രം മറ്റേത് പൂരുരുട്ടാതി, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് അഹംഭാവവും അധികം ചങ്കുറ്റവും ദേശസ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ നക്ഷത്രക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നല്ല മനുഷ്യരും സത്യസന്ധന്മാരും എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവവിശ്വാസമുള്ളവരും, അസുരഗണക്കാരൊക്കെ ആണെങ്കിലും ദൈവവിശ്വാസമുള്ളവരും അതുമാതിരി സഹകരിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരൊക്കെയാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ ഈ 2 കൂറുകാരും, ഈ 2 കൂറുകാർക്കും വ്യാഴമാറ്റം വളരെ ഗുണപ്രദമാണ് എന്നാണ് കാണുന്നത്. ഈ തവണത്തെ വ്യാഴത്തിൻ്റെ ഈ മാറ്റം കൊണ്ട് വളരെ ഗുണം ഉണ്ടാവുന്ന നക്ഷത്രങ്ങളുടെ ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. അത് തുലാക്കൂറുകാരാണെങ്കിലും വൃശ്ചികക്കൂറുകാരാണെങ്കിലും ഈ നക്ഷത്രം ജാതരായിട്ടുള്ള ആൾക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണം ചെയ്യും. തുലാക്കൂറുകാർക്കാണെങ്കിലോ, തുലാക്കൂറുകാർക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2025 കാലഘട്ടത്തിലാണെങ്കിലും വ്യാഴം അവർക്ക് 9-ാം രാശിയിലാണ്, ചന്ദ്രാൽ 9 മിഥുനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വ്യാഴം പൊതുവെ 9-ാമത്തെ രാശി കൂടെ സഞ്ചരിക്കുമ്പോൾ ആൾക്കാർ പറയും, ചില പുസ്തകങ്ങളിലൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ തപോവ്യാഴമാണ്, 9-ലേക്കുള്ള വ്യാഴം കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള സുഖമൊക്കെ തരുന്നുള്ളതല്ലാതെ വലിയ കാര്യങ്ങളൊന്നും തരില്ല എന്ന് പറയും. ആ പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് ശരിയൊന്നുമല്ല. പക്ഷെ 9-ാം ഭാഗത്താണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിലും ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം എന്നുള്ളത് കൊണ്ട് തുലാക്കൂറുകാരായിട്ടുള്ള ഈ വിശാഖ നക്ഷത്രക്കാർക്ക് അത്ര പറയത്തക്ക ഗുണമൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. എന്നാലും വലിയ മോശമൊന്നുമില്ല. പക്ഷെ ഇക്കൊല്ലം സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകം രാശിയിലേക്ക് 10-ാം ഭാഗത്തേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ്. 9-ാം ഭാഗത്തു നിന്ന് 10-ാം ഭാഗത്തിലേക്ക്, 10-ലേക്കുള്ള ഈ വ്യാഴസഞ്ചാരം വിശാഖ നക്ഷത്രക്കാർക്ക് വലിയ വലിയ ഗുണഫലങ്ങളെയാണ് കൊടുക്കുന്നത്. ജോലി അന്വേഷിച്ച് നടത്തുന്നവരും
PSCയുടെ ടെസ്റ്റും പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നവരും ഒക്കെ ആയിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു വർഷമാണ് ഈ തവണ. ഉച്ചരാശി ആയിട്ടുള്ള കർക്കിടകത്തിലേക്ക്, അതും കർമ്മസ്ഥാനമായിട്ടുള്ള 10ാം ഭാഗത്തേക്ക് ചന്ദ്രാൽ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ ഔദ്യോഗികപരമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും. ഔദ്യോഗികമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും എന്നുള്ളത് നിസ്സംശയം തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് വളരെയധികം ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും. ജോലി ഉള്ളവർക്ക് പ്രമോഷൻ സാധ്യതകളുണ്ട്. അതുമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത, പ്രമോഷനോടൊക്കെ കൂടി തന്നെ ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുണ്ട്. കുറേ നാളുകളായിട്ട് തൊഴിലിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള എരിപൊരി സഞ്ചാരങ്ങൾക്കൊക്കെ ശാന്തി വരും. ഈ ഓഫീസിൽ നിന്നൊന്ന് പോയാൽ മതിയായിരുന്നു, ആ സാറ് ശരിയല്ല, ഈ സാറ് ശരിയല്ല എന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്കുള്ള ടെൻഷനൊക്കെ മാറി. ഈ സാർമാരൊക്കെ ഇത്ര ക്ലിയർ ആയിരുന്നു, എന്നിട്ടാണോ ഇയാൾ ഈ മുരട് സ്വഭാവമൊക്കെ തന്നോട് കാണിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കാൻ പാകത്തിനുള്ള നേരെ തിരിയുന്ന ഒരു സമയമാണ്. അപ്പം നല്ല ജോലി കിട്ടുന്നു മാത്രമല്ല, കിട്ടിയ ജോലി ആസ്വാദ്യകരമായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടു കൂടി സന്തോഷത്തോടുകൂടി ചെയ്യാനുള്ള സാഹചര്യം, തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന സർവ്വ ടെൻഷനുകളും, പലർക്കും പ്രശ്നങ്ങളാണ്. മേലുദ്യോഗസ്ഥന്മാരാണെങ്കിലും കീഴുദ്യോഗസ്ഥന്മാരാണെങ്കിലും സഹകരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടും ഒക്കെ തമ്മിൽ ഭയങ്കര വിഷയങ്ങളുണ്ട്. ഇങ്ങനെ പലരും ജ്യോത്സ്യന്മാരെടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് വലിയ വിഷയമാണ്, ജ്യോത്സ്യരെ എന്താണ് പ്രതിവിധി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. 10ാം ഭാഗത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ക്ഷേത്ര മാർഗം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊരു അമ്പലം, അതിനൊരു പുനരുദ്ധാരണം, ആൾക്കാരൊക്കെ ഒരു നോട്ടീസ് കൊണ്ട് തന്നു, കമ്മിറ്റിക്കാർ പൊതുയോഗത്തിന് ചേരാനൊക്കെ പറഞ്ഞു. യാദൃശികമായിട്ട് നമ്മളവിടെ പോയി, ഒരു ദിവസമൊക്കെ ആയിരിക്കുമല്ലോ, ഞായറാഴ്ചയൊക്കെ ആയിരിക്കുമല്ലോ, നമ്മളെ പിടിച്ച് പെട്ടെന്ന് ആ കമ്മിറ്റി കയറ്റി, ചിലപ്പോൾ സെക്രട്ടറിയൊക്കെ പ്രസിഡൻ്റ് ആവുക. പൊതുവേ ഒരു കാര്യത്തിന് സമയമില്ലാത്ത വീട്ടിലെ കാര്യങ്ങൾക്ക് മാത്രം നടന്നുകൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് പൊതുപ്രവർത്തകനൊക്കെ ആയിട്ട് വരികയും ക്ഷേത്രം പണി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് ഇടവരും. അത് വലിയ കാര്യം കേട്ടോ. അമ്പലം പണിയാനൊക്കെ കൂടാന്നുള്ള എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത്ര നല്ല സമയമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എന്നെ വിട്ടേരുന്നൊന്നും പറയാതെ അങ്ങനെ എന്തെങ്കിലും ചാൻസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അപ്പോൾ കമ്മിറ്റിക്കാരനായെന്ന് വെച്ചിട്ട് 365 ദിവസം കഴിഞ്ഞവർ നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ദിവസത്തിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കുറച്ച് സമയമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വിനിയോഗിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ 10ാം വ്യാഴത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ മൂലം നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങളും കൂടി നടക്കുന്നതായിട്ടുള്ള സൗകര്യക്കുറവുള്ളൊരു വഴി അയൽവക്കത്തുകാരെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായത്തോടെ ഈ മാർഗനിർമ്മാണം, ഒരു വഴിയുണ്ടാക്കൽ, നമ്മുടെ മുടിഞ്ഞു കിടന്നിട്ടുന്ന റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ടാർ ചെയ്തിട്ട് പോകാൻ ഇടവരുന്നു. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ പങ്കാളിയാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു പ്രവൃത്തിയൊക്കെ അതിന് വേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് 10ൽ വ്യാഴം നിൽക്കുമ്പോൾ. അത് മാത്രമല്ല, സാമ്പത്തികപരമായിട്ടും അതുമാതിരി മനസ്സമാധാനപരമായിട്ടും കുടുംബ സന്തോഷത്തിൻ്റെ പരമായിട്ടും ഒക്കെ 10ാം സ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് കർക്കിടകത്തിലേക്ക് വരുന്ന ഈ വ്യാഴം വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. 2026 ഈ 10ാം മാസം ഈ വ്യാഴം ചിങ്ങത്തിലേക്ക് വരും. അവിടെയാണ്, അത് പറയാനായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്സാഹം. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് 11ാം ഭാഗത്തേക്ക് വ്യാഴം തന്നെ അനുഭൂതിയാണ്. 11ാം ഭാഗത്തേക്ക് വ്യാഴം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ലാഭസ്ഥാനത്തേക്ക്, അത് ഉച്ചരാശിയിലേക്ക് വ്യാഴം വരുമ്പോഴോ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് ഫലം കിട്ടും. വർഷങ്ങളായിട്ട് നിങ്ങളാൽ സാധിക്കാതിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ്. മക്കളെ കൊണ്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മക്കളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. പുത്രന് ജോലിയില്ല, അവൻ കുടുംബം നോക്കുന്നില്ല എന്നൊക്കെ പരിതപിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുത്രന്മാരായിട്ടും ഉള്ളവർക്ക്
ഉദ്യോഗത്തിനൊക്കെ അർഹതയുണ്ടാവും. പല സ്ഥലത്തും നല്ല നല്ല കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ മോക്കടെ കല്യാണം മാത്രം നടക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പരിതപിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള കാർബന്മാർക്ക് പല ബ്രോക്കർമാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റിൽ കൂടെയോ അങ്ങൊക്കെ ആയിട്ട് ഒത്തിരി നോക്കി ഒത്തിരി ഫോട്ടോകളും ഒത്തിരി ഗ്രഹനിലയൊക്കെ ഒത്തുവച്ച് നോക്കിയിട്ട് നടക്കാതെ സ്വർണവും കാര്യങ്ങളൊക്കെ കാശും ഒക്കെ സംഭരിച്ച് നോക്കി ഇരുന്നിട്ട് പോലും കല്യാണം നടക്കാതെ ഇരുന്ന് അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്ന ആൾക്കാർ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഇടയിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകൻ്റെയോ മകളുടെയോ ഒക്കെ മുടങ്ങിക്കിടന്ന വിവാഹം നടന്ന് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. എന്തെന്നാൽ വ്യാഴം സന്താനകാരകനാണ്. വ്യാഴം നന്നായിട്ടൊരു ജാതകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ, നിങ്ങൾക്ക് പുത്രഭാഗ്യം ഉണ്ടാവും എന്ന് മാത്രമല്ല ആ പുത്രനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പുത്രനും നല്ല രീതിയിലുള്ള അനുഭവം ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സന്താനം സുഖം തന്നെയാണ്. സ്വർണകാരകനാണ്. നാനാഭാഗത്തു നിന്നും പ്രത്യേകിച്ച് തുലാക്കൂറുകാരന് ഒരു ജോലി ഉള്ളവനാണെങ്കിൽ പോലും തുലാക്കൂറുകാരന് ഒരു ബിസിനസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ എന്തിൻ്റെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും ഒരു കച്ചവടമൊന്നും കൂടി എന്നുവെച്ചാൽ 1, 2, 3 മാർക്കറ്റിലൊക്കെ പൈസ കിട്ടുന്ന ആൾക്കാരാണ് അധികം പേരെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ കുറേ അധികം ആൾക്കാരെ അറിയാം. തുലാം എന്ന് പറഞ്ഞ രാശിയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ത്രാസാണ്, തുലാസാണ്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ബിസിനസ് മൈൻഡോട് അവരായിരിക്കത്തേ നമ്മൾ പറയുന്ന അർത്ഥമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ബഹുവിധ മാർഗങ്ങളിൽ കൂടെ ധനസമ്പാദനം അവർക്ക് നടക്കും. പൈസ വന്നു ചേരും, മനസമാധാനം ഉണ്ടാകും. അതുപോലെ വളരെ നാളായിട്ട് തിരുപ്പതിയിലോ ഗുരുവായൂരോ കാശി രാമേശ്വരം പോലുള്ള സ്ഥലങ്ങളിലോ കൈലാസത്തിലോ ഒക്കെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ തീർത്ഥയാത്ര മൂകാംബികയിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം, തൊഴുവണം. ഇവർ ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ലീവ് കിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമുക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തും തടസ്സമാവും, അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പൈസ വേറെ ഒരു വഴിക്ക് പോവും എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വളരെ വിപുലമായിട്ടുള്ള വളരെ ആസ്വാദ്യകരമായിട്ടുള്ള തീർത്ഥയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. തൊഴുവാൻ കൊതിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ, പ്രാർത്ഥിക്കാൻ കൊതിച്ചിരുന്ന പള്ളിയിൽ ഒക്കെ പോയി പ്രാർത്ഥിക്കാൻ ഉള്ള അവസരം കിട്ടുകയും വളരെ വലിയ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം വരികയും അതേമാതിരി ഭാഗവത സപ്താഹങ്ങൾ, അതുപോലെ ദേവി മഹാത്മ്യ പൂജകൾ, അതുപോലെയൊക്കെയുള്ള വളരെ ദിവ്യങ്ങളായിട്ടുള്ള ആധ്യാത്മിക പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഇടവരിക, ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നൊക്കെ അനുഗ്രഹം ഉപദേശം ഇതൊക്കെ ലഭിക്കാൻ ഇടവരിക. അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഈ 11 വ്യാഴത്തിനെ കൊണ്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2027 ജനുവരി മാസം അവസാനം ഈ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് പോവുകയും 2027 ജൂൺ 26 വീണ്ടും അത് ചിങ്ങത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ മുമ്പോട്ടും ഉള്ള വ്യാഴസഞ്ചാരത്തിന് അതിചാരം എന്ന് പറയും, പിന്നോട്ട് സഞ്ചരിക്കുന്നതിനെ എന്ന് പറയും വക്രം എന്ന് പറയും. ഈ 2 ഗതികളുമായിട്ടാണ് വ്യാഴം ഈ കൊല്ലം നിൽക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരായിട്ടുള്ള വൃശ്ചിക രാശിക്കാരായിട്ടുള്ള വിശാഖക്കാരെ പറ്റിയാണ് പറയുന്നത്. വിശാഖ നക്ഷത്രം തുലാത്തിലും വൃശ്ചികത്തിലുമായിട്ടാണ് നിലകൊള്ളുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. വൃശ്ചികത്തിൽ നിൽക്കുന്നവർക്കുടെ കാര്യം കുറച്ച് കഷ്ടാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കൊല്ലം. ആൾക്കാരൊക്കെ മിടുക്കന്മാരാണ്, പക്ഷെ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പൊതുവെ ഒരു ശകലം പിശുക്കും ഒക്കെ ഉള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാരങ്ങനെ കൈ വിട്ടൊന്നും കളിക്കുന്ന ആൾക്കാരില്ല. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശരിക്കും പിടിപ്പൊക്കെ ഉള്ള ആൾക്കാർ, പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും പിടിപ്പൊക്കെ ഉള്ള അല്ല, വെറുതെ കൈ വിട്ട് കളിക്കുന്ന ആൾക്കാരല്ല. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കാശ് കൊടുക്കുകയുള്ളൂ. ആരുടെ ഏത് കാര്യത്തിനാണെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ ഇടപെടുകയുള്ളൂ. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാളുകാരെ വിശ്വസിക്കാം. നമ്മുടെ ഭാഗത്ത് ന്യായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിലായാലും അവർ നമ്മുടെ രക്ഷകരായിട്ട് നിൽക്കാനുള്ള ഗട്ട്സ് ഉള്ളവരാണ്. എല്ലാവർക്കും ഗട്ട്സ് ഇല്ലല്ലോ. ഇതിപ്പോൾ 3-4 പേര് എതിരെ വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് ചേട്ടൻ പണി നോക്ക്, ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാനുള്ള കഴിവുള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. അങ്ങനെയൊക്കെ ആണെങ്കിലും വൃശ്ചികം രാശിക്കാരായിട്ടുള്ള
വിശാഖം നക്ഷത്രക്കാർ കഴിഞ്ഞ കൊല്ലം 2025 കാലഘട്ടം വലിയ വിഷമത്തിലും വലിയ കഷ്ടതയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും കുടുംബ പ്രശ്നങ്ങളിലും മക്കളെ കൊണ്ടുള്ള ദുരിതത്തിലൊക്കെ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അതായത് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം. 8ാമിടത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അഷ്ടമത്തിലെ വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ പരിതാപകരമായിരിക്കും. 8ാം ഭാഗത്ത്, അതും ശത്രുരാശിയായിട്ടുള്ള മിഥുനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ, വളരെ ശുഭകരമായ, അവരുടെ കണ്ണുനീരിന് ഫലം കിട്ടത്തക്ക രീതിയിലുള്ള, അവരുടെ യാതനകൾക്ക് കണ്ണുനീരിന് ദൈവം നേരിട്ട് ഫലം കൊടുക്കുന്നമായൊരു സമയമാണ് ഈ ജൂൺ മാസം വരെ അവർക്ക് സംഭവിക്കുന്നത്. അവർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഇടത്തിലേക്ക്, ചന്ദ്രൻ 9ാം ഇടത്തിലേക്ക്, ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഇടത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ലോട്ടറി അടിക്കാൻ പാകത്തിനുള്ള കാലമാണ്. ഓഹോ, അപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയില്ല. ജാതകത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഭാഗ്യവും കൂടി ഉണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചിട്ടി അടിക്കുക, ലോട്ടറി അടിക്കുക, സമ്മാനം കിട്ടുക, അല്ലെങ്കിൽ വലിയ പണിയെടുക്കാതെ സമ്പത്ത് കയ്യിൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് 9ാം ഭാഗത്തേക്ക് വ്യാഴം വരുന്നത്. ധാർമ്മികമായിട്ടും ആധ്യാത്മികപരമായിട്ടും ഒക്കെ വളരെയധികം മനസ്സിൻ്റെ സങ്കുചിതാവസ്ഥയിൽ നിന്നൊക്കെ വെടിഞ്ഞ് ഈശ്വരനെ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ദൈവം നേരിട്ട് വന്ന് ചെല്ലുന്ന ഒരു സമയമാണ് 9ലേക്ക് വ്യാഴം വരുന്ന സമയം. നിങ്ങൾക്ക് പല പല നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് പല പല രീതിയിലുള്ള സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ഗുരുവായൂരോ അതേമാതിരി തിരുപ്പതിയിലോ മറ്റേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, കാശിയിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ അബദ്ധവശാൽ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അബദ്ധവശാൽ എന്നല്ല കേട്ടോ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെല്ലാവരും പോകേണ്ടത് നമുക്കും പോയാലോ ചേട്ടാ എന്നുള്ള രീതിയിലാണെങ്കിലും, ഇന്ന് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന സമ്മർദ്ദത്തിൻ്റെയോ പ്രോത്സാഹത്തിൻ്റെയോ ഒക്കെ പേരിലാണെങ്കിലും നിങ്ങളും ഒരു അതിശയിക്കുന്നമാതിരിയുള്ള തീർത്ഥയാത്രകൾ നടക്കാൻ സാധ്യതയുണ്ട്. സ്വർണം മേടിക്കാനൊന്നും പ്ലാൻ ഇല്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ തൽക്കാലം സ്വർണം പോലുള്ള കാര്യങ്ങളൊന്നും മേടിക്കേണ്ട, ഇത്ര വിലയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ സ്വർണ്ണമൊന്നും മേടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്ലാനോ ഇല്ലാത്ത ആൾക്കാർ പോലും സ്വർണം വാങ്ങിക്കാനൊക്കെ ഇടവരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഭാഗ്യ അവസ്ഥകളും ഒന്നു ചേരുന്ന ഒരു സമയമാണ് വൃശ്ചികക്കുറുകാർക്ക് ഈ 9ാം ഭാഗത്തിലേക്ക്, കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്നതായിട്ടുള്ള കാലം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കേട്ടോ ഈ അനുഭവം കൂടുതലാക്കാൻ. വ്യാഴം എന്ന് പറഞ്ഞാൽ പരമസാത്വികമായിട്ടുള്ള ഗ്രഹമാണ്. പരമസാത്വികമായിട്ടുള്ള ഗ്രഹമാണ്. 9 എന്ന് പറഞ്ഞത് പരമസാത്വികമായിട്ടുള്ള സ്ഥാനമാണ്. 9ാം ഭാഗത്തേക്ക് വ്യാഴം വന്ന സമയത്ത് നിങ്ങളുടെ സൈക്ക് ശരിക്കും പരമസാത്വികമായിട്ട്, നല്ല മനുഷ്യരായിട്ട്, നല്ല ബുദ്ധിയുള്ളവരായിട്ട്, വേദാർത്ഥത്തിലേക്ക് തിരിയണ മനസ്സുള്ളവരായിട്ട്, ദിവ്യ ഗ്രന്ഥങ്ങളിൽ താല്പര്യമുള്ളവരായിട്ട്, ദൈവത്തിനെ പറ്റി പറയാനും കേൾക്കാനും ഇഷ്ടമുള്ളവരായിട്ടൊക്കെ മാറുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടുള്ള വല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് വളരെ കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ വിശ്വാസത്തിനോ ചിന്താഗതിക്കൊക്കെ നേരെ എതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ നിന്ന് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവരിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. അതേമാതിരി ഈ മത്സ്യമാംസാദികൾ, ഇറച്ചിയും മീനും പോലുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ എന്നും ഈ ഇറച്ചിയും മീനൊക്കെ കൂട്ടി ഊണ് കഴിക്കുള്ളൂ എന്നുള്ള ബോധ്യം കുറച്ച് കുറയ്ക്കുക. അത് ഈ കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് പോത്ത്, പശു, പന്നി ഇതുപോലെയൊക്കെ ഉള്ള റെഡ് മീറ്റ്സ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. വ്യാഴം ബ്രാഹ്മണ ഗ്രഹമാണ്. വ്യാഴം ബ്രാഹ്മണനെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ജാതി രീതിയിലൊന്നും അല്ല കേട്ടോ. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ബ്രാഹ്മണനുണ്ട്. എന്നോട് ഞാൻ പറയാം, എല്ലാ മതത്തിലും ഉണ്ട് ബ്രാഹ്മണൻ, എല്ലാ ജാതിയിലും ഉണ്ട് ബ്രാഹ്മണൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ബ്രാഹ്മണനെയാണ് വ്യാഴം അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഈശ്വരനുമായിട്ട് ബന്ധമുള്ളവരും സാത്വികനും നിർമ്മല ഹൃദയനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് വ്യാഴം അനുഗ്രഹിക്കുള്ളൂ. അതിൻ്റെ പേരിൽ ഈ വ്യാഴത്തിൽ നിന്ന് വരുന്ന പോസിറ്റീവായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഊർജത്തിനെ സ്വീകരിക്കാൻ നിങ്ങൾ സസ്യഭുക്കുകളായിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ നിത്യം നിങ്ങൾ ഈ മത്സ്യമാംസം തിന്നലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കുറവ് വരുത്തുക. മാസത്തിലൊക്കെ കുറച്ച് ദിവസങ്ങളിലേക്ക് മാറ്റുക. യാതൊരു കാരണവശാലും വ്യാഴാഴ്ചകളിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതിരിക്കുക കുറഞ്ഞ പക്ഷം. അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് ചെന്ന് ചേരുന്നതായിട്ടുള്ള വ്യാഴം ഈ 2026 10-ാം മാസത്തിൽ 2026 10-ാം മാസത്തിൽ ചിങ്ങത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നു. ചിങ്ങത്തിലേക്ക് വരുമ്പോഴോ 10-ാം ഭാവത്തേക്കായിട്ട് ആണ് വന്നു ചേരുന്നത്. അപ്പോൾ 10-ാം ഭാവത്തേക്ക് വ്യാഴം വന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ തുലാം രാശി തുലാക്കൂറുകാരായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിപരമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള പല ഭാഗ്യങ്ങൾ, ജോലി കിട്ടാനുള്ള സാധ്യത, ഉള്ള ജോലിയിൽ ഷൈൻ ചെയ്യാനുള്ള സാധ്യത, ജോലി സ്ഥലത്തുള്ള ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ മാറാനുള്ള സാധ്യത, ജോലിയെ ആസ്വാദ്യകരമായിട്ട് ചെയ്യാനുള്ള സാധ്യത ഒക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലോ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തണം. വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്യണം? ജാതിമത ഭേദമന്യേ നിങ്ങൾ അനുഷ്ഠിക്കുന്ന നിങ്ങളുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചേക്കണേ നിങ്ങളുടെ കാരണവന്മാരായിട്ട് നിങ്ങളെ ദൈവം എന്നുള്ള സങ്കല്പത്തിന് എന്താണ് പറഞ്ഞു തന്നേക്കണേന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഓർക്കുകയും ആ ആരാധനകളെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. പിന്നെ ജ്യോതിഷം പറഞ്ഞ വേറൊരു കാര്യം വെച്ചാൽ വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹ ആയിക്കോട്ടെ അവിടെ പോയി വ്യാഴാഴ്ച തൊഴുകയും നിങ്ങളുടെ കൈകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു നെയ്വിളക്കെങ്കിലും വെച്ച് തൊഴുക. വ്യാഴം ഈ 2-ാം തീയതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കിട്ടുന്ന 3 വ്യാഴാഴ്ചകളിലെങ്കിലും 3 വ്യാഴാഴ്ച ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ നെയ്വിളക്ക് വെച്ച് തൊഴുകണത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം സമയവും സൗകര്യമൊക്കെ ഉള്ള ആൾക്കാർ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ മിനിമം 3 പ്രാവശ്യം, വ്യാഴത്തിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ആ 3 പ്രാവശ്യം 3 വ്യാഴാഴ്ചകളിൽ, അല്ലെങ്കിൽ 21 വ്യാഴാഴ്ചയും 3 തന്നെയാണ്, 2 + 1 കുറച്ചുകൂടി നല്ല നമ്പറാണ്. 21 എന്ന് വെച്ചാൽ വളരെ നല്ല നമ്പറാണ്. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവൻ എന്നാണ് 21ൻ്റെ അർത്ഥം. അതുകൊണ്ട് 21 ദിവസമൊക്കെ തൊഴുവാൻ ഭാഗ്യവും സമയമുള്ളവർ വളരെ നല്ല ആൾക്കാർ 21 വ്യാഴാഴ്ച തൊഴുവാണെങ്കിൽ മിനിമം 3 വ്യാഴാഴ്ചയെങ്കിലും കൃത്യമായി തൊഴുക. ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം കഴിക്കുക. പിന്നെ വിശാഖ നക്ഷത്രക്കാരിലും പല രീതിയിലുള്ള സമയത്ത് ജനിച്ചവരും അതുപോലെ പല ദശയെ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് വളരെ മോശപ്പെട്ട ശരീരശയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തുള്ള ദശകൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഈ അനുഭവം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം കിട്ടണമെങ്കിൽ ഒരു പരിധി വരെ ഈ നമ്മുടെ ദശയും കാര്യങ്ങളും നമ്മുടെ കടന്നു പോകുന്ന സമയമൊക്കെ ഉണ്ട്. പക്ഷേ എത്ര കൊള്ളില്ലാത്ത ദശയെ കൂടെ പോകുന്ന സമയമാണെങ്കിലും ഇത്ര നല്ല സ്ഥാനത്തോടെ ഉച്ചരാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ ദശയുടെ നെഗറ്റിവിറ്റി ഒക്കെ ഒത്തിരി കുറയ്ക്കും. അതുപോലെ തന്നെ ആ ദശയുടെ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വ്യാഴത്തിൽ നിന്ന് കുറച്ച് ഊർജം, ശുഭമായിട്ടുള്ള ഊർജം അവർ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കവിടെ ലഭ്യത കുറയും. അതുകൊണ്ട് ഈ ഒരു കാര്യം വീഡിയോ കേട്ടാൽ മാത്രം പോരാ, സമീപമുള്ള ഏതെങ്കിലും വിശ്വാസയോഗ്യന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരും ആചാര്യന്മാരും ഒക്കെ കണ്ട് ജാതക പരിശോധനയൊക്കെ നടത്തുകയും കൂടി ചെയ്ത് അതിനുള്ള പരിഹാരങ്ങളും ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതെല്ലാം 100 വട്ടം ഫലിക്കും. ഇനി ഞാൻ നിങ്ങളെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണോ, ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്നാൽ നോക്കപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ജില്ല ഇതൊന്നും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഉടനെ തന്നെ വേണമെന്നല്ല, സൗകര്യം പോലെ ഞാൻ അവിടെ അറിയിച്ചോളാം. അപ്പോൾ അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ പരസ്പരം സഹകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുമാതിരി ഷെയർ ചെയ്യണം. അതുമാതിരി വളരെ ഇഷ്ടമായി എൻ്റെ പരിപാടി എന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സംഭാഷണം ചുരുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഭാഗ്യകാലമായിട്ട് ഭവിക്കട്ടെ എന്ന് സാക്ഷാൽ വ്യാഴത്തിൻ്റെ അതിദേവനായിട്ടുള്ള മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.